യേശുവിൻ്റെ തിരുഹൃദയ ചിത്രത്തിൽ സാധാരണയായി കാണപ്പെടുന്ന 3 രീതികളുണ്ട്. ഒന്ന്, കൈകൾ കൊണ്ട് വസ്ത്രാഞ്ചലം അല്പം മാറ്റി യേശു തിരുഹൃദയം കാണിക്കുന്നത്. 2, വിരൽ കൊണ്ട് തിരുഹൃദയം ചൂണ്ടിക്കാണിക്കുന്നത്. 3, തൻ്റെ കൈകളിൽ തിരുഹൃദയം എടുത്ത് പിടിച്ചിരിക്കുന്നത്. ഈ 3 അവതരണങ്ങളെയും ഒരുമിച്ച് ധ്യാനിച്ചാൽ അതിനെ ഇങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും: കുഞ്ഞെ, ഇതുപോലെ മുറിയപ്പെടാതെ, ഇതുപോലെ കത്തിജ്വലിക്കാതെ നിനക്കും ഒരിക്കലും തിരുഹൃദയത്തോടൊന്നാകാൻ കഴിയില്ല എന്നാണ്. നിന്റെ ജീവിത വഴികൾക്ക് എന്ത് നിറവും എന്തു രൂപവും എന്തു ചാരുതയും ആയിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിൻ്റെ സന്തോഷമോ സമർപ്പണ ജീവിതത്തിൻ്റെ ലാളിത്യമോ വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയോ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരമോ എന്തുതന്നെ ജീവിതത്തിന് രൂപം നൽകിയാലും അവയിലൂടെയൊക്കെ ഒരു തിരുഹൃദയം ഉള്ളിൽ രൂപം കൊള്ളണമെങ്കിൽ ഇതുപോലെ മുറിവേറ്റേ പറ്റൂ. ഇതുപോലെ വേദനിച്ചും ക്ഷമിക്കുന്ന സ്നേഹാഗ്നിയാൽ ജ്വലിക്കപ്പെട്ടേ പറ്റൂ. കുറുക്കു വഴികളില്ലാത്ത യാത്രയാണ് തിരുഹൃദയത്തിലേക്കുള്ള യാത്ര. തിരുഹൃദയത്തിന് നിറപ്പകട്ടിൻ്റെ മനോഹാരിതയുണ്ട്. പക്ഷേ അത് ഗത്സമനിയുടെ നീറ്റലിലൂടെയും കാൽവരിയുടെ വേദനകളിലൂടെയും കുന്തമുനയുടെ മൂർച്ചയിലൂടെയും നേടിയതാണ്. കുറുക്കു വഴികളിലൂടെയല്ല, കരുണയുടെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെയാണ് നമ്മിലും ഒരു തിരുഹൃദയം രൂപപ്പെടേണ്ടത്.